എല്ലാവർക്കും നമസ്കാരം. ജെന്യൂൻ ആയിട്ടുള്ള RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ലോൺ ആപ്പുകളുടെ ഇല്ലീഗൽ ആയിട്ടുള്ള ഹരാസ്മെൻറ്റ് രീതികളെക്കുറിച്ചാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഇത് പലർക്കും ഉപകാരപ്പെടുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതുപോലെയുള്ള സൈബർ സ്കാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. നമുക്ക് വിഷയത്തിലേക്ക് വരാം. സാധാരണ പലരും ഓൺലൈൻ വഴി ലോൺ എടുക്കുന്നതാണ്. RBI അപ്രൂവൽ ആയിട്ടുള്ള ലോൺ ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതുപോലെ ഫേക്ക് ലോൺ ആപ്ലിക്കേഷൻസും ഉണ്ട്. ഫേക്ക് ലോൺ ആപ്ലിക്കേഷൻസിനെ കുറിച്ച് ഏകദേശം 10ഓളം വീഡിയോസ് നമ്മുടെ ചാനലിനകത്ത് കഴിഞ്ഞ 4-5 വർഷമായിട്ട് അതിൻ്റെ അപ്ഡേറ്റുകൾ അനുസരിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളത് കാണുന്നുണ്ടാവുമെന്നറിയാം. ഒരുപാട് പേര് സംശയങ്ങൾ ചോദിക്കാറുണ്ട്, ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് വാട്സപ്പിലായിട്ടും കോളായിട്ടും ഒക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നതൊന്നുമല്ല, ഓൺലൈനായിട്ട് ലീഗലി വർക്ക് ചെയ്യുന്ന പല ആപ്ലിക്കേഷൻസും ഇല്ലീഗലായിട്ട് കസ്റ്റമറുടെ അടുത്ത് നിന്ന് പേയ്മെൻറ്റ് മേടിക്കുന്ന രീതികൾ ഇപ്പം വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം. OTP. നിങ്ങളുടെ ഫോണിലേക്ക് നിരന്തരം OTPകൾ വന്നുകൊണ്ടിരിക്കുക. അതായത് സാധാരണ ഒരു വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്കൊരു OTP വരും. ഇപ്പോൾ സ്വിഗ്ഗി ആണെങ്കിലും സൊമാറ്റോ ആണെങ്കിലും ലോഗിൻ കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് വരും, ലോഗിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ. അതുപോലെ നിരന്തരമായിട്ട് പല കമ്പനികളുടെ പേരിലും നിങ്ങളുടെ ഫോണിലേക്ക് ഒരു 5 മിനിറ്റിനുള്ളിൽ 60-70 OTPകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ഇല്ലീഗലായിട്ടുള്ള ഹരാസ്മെൻ്റ് ആണ്. നിങ്ങളിത് ഭയക്കേണ്ട കാര്യമുണ്ടോ? അവർ പറയും നിങ്ങളുടെ ഫോൺ ഹാക്ക് ആയിട്ടുണ്ടെന്ന് പറയും. നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഇത് SMS ബോംബർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റോ അല്ലെങ്കിൽ ആപ്ലിക്കേഷനോ വഴി അവർ നമ്മുടെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിനകത്ത് എത്ര OTPകൾ ചെല്ലണമെന്നുള്ള കൗണ്ട് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇതിവർ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഈ ഫ്രണ്ട്സിനെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് ഈ SMS ബോംബർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. അത് മിസ്യൂസ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള OTPകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ OTP കാണുമ്പോൾ മാരുതി സുസുക്കി, അതുപോലെ തന്നെ പല മൊബൈൽ കമ്പനികളുണ്ടാകാം, എയർടെലിനെ ഉണ്ടാകാം, അങ്ങനെ പല പല പേരിലും നമുക്ക് OTPകൾ വന്നുകൊണ്ടേയിരിക്കും. സ്ക്രീൻഷോട്ട് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആദ്യമേ പറയാം, ഇത്തരത്തിലുള്ള OTPകൾ നിങ്ങളുടെ ഫോണിലേക്ക് നിരന്തരം വരുവാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഒരിക്കലും അത് നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ചിട്ട് എവിടെ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുന്നതോ ഒന്നും അല്ല. ഇത്തരത്തിലുള്ള SMS ബോംബിംഗ് ആപ്ലിക്കേഷൻസ് വഴി വരുന്ന OTPകളാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു വ്യക്തി എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നു. ഓൺലൈൻ വഴി ലോൺ എടുത്തതാണ്, RBI അപ്രൂവൽ ആയിട്ടുള്ള ഒരു ലോൺ ആപ്ലിക്കേഷനാണ്. സർ, എൻ്റെ ലോൺ അടവ് മുടങ്ങിയിട്ട് ഏകദേശം 3-4 ദിവസം ആയിട്ടുണ്ട്. ഇപ്പോൾ അവർ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടൊരു ഫോട്ടോ എടുത്ത് അയച്ചു തന്നിട്ടുണ്ട്. അരമണിക്കൂറിനുള്ളിൽ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരും എന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ ചോദിച്ചു, ആ മെസ്സേജ് വന്ന നമ്പർ എനിക്ക് അയച്ചു തരണം, അതുപോലെ തന്നെ ആ ഫോട്ടോയും അയച്ചു തരണം എന്ന് പറഞ്ഞു. ഫോട്ടോ കണ്ടപ്പോഴേ മനസ്സിലായി അത് ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ വഴി എടുത്തിട്ടുള്ള ഫോട്ടോ ആണ്. ആ ലൊക്കേഷൻ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ വഴി ഏകദേശം ഒരു 1-2 വർഷം മുമ്പ് അപ്ഡേറ്റ് ആയിട്ടുള്ള ഫോട്ടോ ആയിരുന്നു അത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഫോട്ടോ നിങ്ങൾ ഇപ്പോൾ ഈ കണ്ട ഫോട്ടോ തന്നെയുള്ള ഷോപ്പിനടുത്ത് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആരും ഉണ്ടാവില്ല, പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇത് കേരളത്തിന് പുറത്ത് നിന്ന് ഇവർ അഡ്രസ്സ് ഓൾറെഡി ഉണ്ടല്ലോ, ആ അഡ്രസ്സ് അവർ ഗൂഗിൾ മാപ്പിൽ തപ്പിയിട്ട് അതിനടുത്തുള്ള ഏതെങ്കിലും ഒരു ഷോപ്പിൻ്റെ ഫോട്ടോ ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂവിൽ എടുത്തിട്ട് അയച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ഞാനത് കൺഫേം ആക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂയുടെ പോളിസി അനുസരിച്ച് ഒരാളുടെ ഫേസ് പോലും പുറത്ത് കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതിൽ ഒരു മൂലയ്ക്ക് നിൽക്കുന്ന ഒരു ചേട്ടൻ്റെ ഒരു ഫോട്ടോ ബ്ലറായി നിൽക്കുന്നുണ്ട്. അപ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ വഴി എടുത്തിട്ടുള്ളതാണെന്ന്. അപ്പോൾ ഇതൊരിക്കലും ഭയക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇത് ഇല്ലീഗലായിട്ടുള്ള ഒരു ഹരാസ്മെൻ്റ് ആണ്. 2 ടൈപ്പ് ഹരാസ്മെൻറ്റ് നമ്മൾ പറഞ്ഞു. ഒന്ന് OTP, ഒന്ന് ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് നിങ്ങളുടെ വീടിനടുത്ത് എത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ അയച്ചു കൊടുക്കുന്നത്. ഇതൊന്നും RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളല്ല, നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെയുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, രാവിലെ 8 മണിക്കും വൈകിട്ട് 7 മണിക്കും ഇടയ്ക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇത്തരത്തിലുള്ള ലോൺ റിക്കവറി ഏജൻസോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒഫീഷ്യൽസോ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പാടുള്ളൂ. അത് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും. ഇൻ കേസ് അവർ 7 മണിക്ക് ശേഷം നിങ്ങളെ കോൺടാക്ട് ചെയ്യാണ് രാത്രി എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ രാവിലെ 8 മണിക്ക് മുമ്പായിട്ട് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ കോൺടാക്ട് ചെയ്ത സ്ക്രീൻഷോട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ്റെ പേരും വെച്ചുകൊണ്ട് RBIയിലേക്ക് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും. RBIയുടെ ഒരുപാട് ഇമെയിൽ ഐഡികളും കാര്യങ്ങളുണ്ട്. അത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും, ഞാൻ അവിടെ കൊടുക്കേണ്ട കാര്യമില്ല. അതിലേക്ക് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ആപ്ലിക്കേഷനെതിരെ നടപടി ഉണ്ടാവും. ചിലപ്പോൾ 1-2 കേസുകൾ കൊണ്ട് നടപടി ഉണ്ടായിരിക്കണം എന്നില്ല. നിരന്തരമായിട്ട് ഇങ്ങനെ പലരും അയച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ ചോദ്യം ചെയ്യപ്പെടും, അവർക്കെതിരെ നടപടി ഉണ്ടാവും. ഇനി ഒരു കാര്യം ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ ഓൺലൈൻ വഴി RBI അപ്രൂവ് ആയിട്ടുള്ള ലോൺ ആപ്ലിക്കേഷൻസ് ലോൺ എടുത്തിട്ടുണ്ടെങ്കിലും അത് കൃത്യസമയത്ത് അടയ്ക്കാൻ ശ്രമിക്കുക. അടച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഹരാസ്മെൻറ്റുകൾ ഉണ്ടാവില്ല. അപ്രൂവൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് കുറിച്ചാണ് പറയുന്നത്. RBI അപ്രൂവ് ആയിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻസിൻ്റെ പേര് ഞാൻ പറയാം. മണി വ്യൂ, കിസ്ത്, ബ്രാഞ്ച്, റിങ്, ഇതൊക്കെ RBI അപ്രൂവ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ്. ക്രെഡിറ്റ് ബി, ഇതിനൊക്കെ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്പോട്ടിൽ തന്നെ തിരിച്ചടച്ചുകൊള്ളുക. അതിന് മുന്നേ തന്നെ അടയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. നിങ്ങളുടെ സിവിൽ സ്കോർ കൂടും. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സ്കോറുണ്ട്, അത് കൂടും. അത് കൂടിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ലോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. ഒരുപാട് എമൗണ്ട് ലോണായിട്ട് കിട്ടും. അത് തിരിച്ചടയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ ഓൺലൈൻ വഴി ലോൺ എടുക്കാൻ ശ്രമിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ കഴിയുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ലോൺ എടുക്കാവുള്ളൂ. തിരിച്ചടയ്ക്കുകയും ചെയ്യണം. ഇനി ഇൻ കേസ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ട് നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ
എങ്ങനെയാണ് ഇത് ഫേക്ക് ആണോ റിയൽ ആണോ ഈ ഹരാസ്മെൻ്റ് എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളത് ഞാൻ പറയാം. ഈ പ്രമുഖമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഞാൻ പറഞ്ഞ കമ്പനികൾ പോലും ശരിക്കും റിക്കവറിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് കോൾ സെൻറ്ററുകളെയാണ്. ചെന്നൈ, ബാംഗ്ലൂർ, അതുപോലെ കൊൽക്കത്തയൊക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള കോൾ സെൻറ്ററുകളെയാണ് ഇവർ അപ്രോച്ച് ചെയ്യുന്നത്. അല്ലാതെ ഇവർ ഡയറക്റ്റ് അല്ല ഒരിക്കലും നമ്മളെ വിളിക്കുന്നത്, ഇവരുടെ സ്റ്റാഫല്ല വിളിക്കുന്നത്. ഈ കോൾ സെൻറ്ററിൽ നിന്നാണ് നമുക്ക് കോൾ വരുന്നത്. അപ്പോൾ ഈ വരുന്ന കോൾ സെൻറ്ററിൽ നിന്നാണോ അതല്ല നമ്മുടെ കേരളത്തിലുള്ള മലയാളികളായിട്ടുള്ള ആൾക്കാരാണോ തിരിച്ചറിയാനുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഇവർ വിളിക്കുന്ന നമ്പറിൻ്റെ ഫസ്റ്റ് 4 ഡിജിറ്റ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 8706 എന്ന് പറയുന്ന ഒരു നമ്പറാണ് അവർ കോൾ ചെയ്യുന്നതെന്ന് കരുതുക. +91 8706 ആണെന്നുണ്ടെങ്കിൽ 8706 എന്ന് പറഞ്ഞുകൊണ്ട് വിച്ച് സ്റ്റേറ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തേക്കുന്ന സ്റ്റേറ്റ് ഏതാണെന്നുള്ളത് ഗൂഗിളിൽ കാണിച്ചു തരും. അത് കേരളത്തിന് പുറത്തുള്ളതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പർ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് ബ്ലോക്ക് ചെയ്ത് കളയാം, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള കോൾ എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ പേയ്മെൻറ്റ് തിരിച്ചടയ്ക്കണം. ഈ ഹരാസ്മെൻറ്റ് കുറയാനുള്ളൊരു വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ വാട്സപ്പിൽ വരുന്ന മെസ്സേജുകളാണെങ്കിലും ഇത്തരത്തിൽ നമ്പർ ചെക്ക് ചെയ്തുകൊണ്ട് ഇത് കേരളത്തിൽ നിന്നാണോ അല്ലെങ്കിൽ പുറത്തുനിന്നാണോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കേരളത്തിൽ നിന്ന് പുറത്തു നിന്നാണ് ഇത്തരത്തിലുള്ള റിക്കവറി ഏജൻസീസാണ് വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാവരും ചോദിക്കും ലോൺ എടുത്താൽ തിരിച്ചടയ്ക്കേണ്ടേ, അതുകൊണ്ടല്ലേ ഇങ്ങനെ കോളുകൾ വരുന്നതും ഹരാസ്മെൻറ്റ് വരുന്നുള്ളത്. പക്ഷേ ഇതെല്ലാം ഇല്ലീഗൽ ആയിട്ടുള്ള ഹരാസ്മെൻറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഇനി കോള് വരുമ്പോഴത്തേനും മലയാളികളായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെ വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഏകദേശം ഒരു 1-2 മാസം വൈകിട്ടുണ്ടാകും തിരിച്ചടയ്ക്കാനായിട്ട്. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൾ സെൻറ്ററിൽ നിന്നും റിക്കവർ ആകാത്ത കേസുകൾ കേരളത്തിലുള്ള റിക്കവറി ഏജൻസിക്ക് കൊടുക്കും. കേരളത്തിൽ ഒരുപാട് ഓൺലൈൻ ലോൺ റിക്കവറി ഏജൻസീസ് ഉണ്ട്. അതും അവർ വിളിക്കുന്നത് ഡയറക്റ്റ്ലി ഈ പറഞ്ഞ സ്ഥാപനത്തിൻ്റെ സ്റ്റാഫുകളല്ല, ഇത്തരത്തിലുള്ള ലോൺ ഏജൻസികൾ, റിക്കവറി ലോൺ ഏജൻസികളാണ്. പലരും ചോദിക്കുന്നുണ്ട് അവർ വീട്ടിൽ വരുമോ, വീട്ടിൽ വന്നുകൊണ്ട് ചോദിക്കുമോ എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള കേരളത്തിലുള്ള ലോൺ റിക്കവറി ഏജൻസിന് ഇത്തരത്തിലുള്ള ഡാറ്റാബേസ്, ലോൺ അടയ്ക്കാത്തവരുടെ ഡാറ്റാബേസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അടച്ചില്ല ഒരു 2 മാസം എന്നുണ്ടെങ്കിൽ നിങ്ങളെ വിളിക്കും, കോൺടാക്ട് ചെയ്യും, വീട്ടിൽ വരും. ഇത് ശരിക്കും സംഭവിക്കുന്നൊരു കാര്യം തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ നേരത്തെ നിങ്ങൾക്കൊരു മാസം ഒന്നും അടയ്ക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള അടയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പുറത്തുനിന്നുള്ള കോൾസ് നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാം. പക്ഷേ കേരളത്തിൽ നിന്ന് കോൾ വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടി വരും, എന്തുകൊണ്ട് അടച്ചില്ല അല്ലെങ്കിൽ എന്ന് അടയ്ക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തേണ്ടി വരും. ഇനി കേരളത്തിലുള്ള റിക്കവറി ഏജൻസി നമ്മളെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ വീട്ടുകാരെ ഹരാസ്മെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഇന്നയാൾ ലോൺ അടച്ചില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ അപമാനിക്കാനോ ഉള്ള ഒരു വകുപ്പ് നിലവിൽ RBI കൊടുക്കുന്നില്ല. അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് റിക്കവറി ടൈം ഉള്ളത്. അതിനിടയ്ക്ക് മാത്രമേ നിങ്ങൾ അവിടെ സംസാരിക്കാവുള്ളൂ. സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ മാന്യമായിട്ട് സംസാരിച്ചിട്ട് ഇങ്ങനെ പേയ്മെൻറ്റ് അടയ്ക്കാനുണ്ട്. സാധാരണ എല്ലാവരും അങ്ങനെയാണ്. RBI അപ്രൂവ് ആയിട്ടുള്ള എല്ലാ ലോൺ ആപ്പുകളിൽ നിന്നും വീട്ടിൽ വരുമ്പോൾ അവർ മോശമായിട്ട് പെരുമാറാറില്ല എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞ കാര്യം. കാരണം എന്താണ് കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇത്ര എമൗണ്ട് പെൻഡിങ് ഉണ്ടെന്നുള്ളത് പറഞ്ഞ് അങ്ങനെ സംസാരിച്ച് ക്ലിയർ ചെയ്തിട്ട് അവർ തിരിച്ചു പോവുകയാണ് ചെയ്യുക. എന്നിട്ട് അതിൽ നിങ്ങൾ അടയ്ക്കുന്നില്ല പറഞ്ഞ സമയത്ത് അടയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നീടുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുക. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ ലോൺ ആപ്പുകൾക്ക് റിക്കവർ ചെയ്യാനായിട്ട് ലീഗൽ നോട്ടീസ് അയക്കാം. അങ്ങനെ അയക്കും, 2-3 തവണ ലീഗൽ നോട്ടീസ് അയക്കും. ഇതൊക്കെ സമയമെടുക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ലീഗൽ നോട്ടീസ് അയച്ചിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ആണ് പിന്നെയും പേയ്മെൻറ്റ് അടയ്ക്കാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അഡ്വക്കേറ്റിനെ വെക്കേണ്ടി വരും. അങ്ങനെ അഡ്വക്കേറ്റിനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്നിട്ട് അതുപോലെ ചെയ്യുക കാര്യങ്ങൾ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യൂ, ഈ ലോൺ അടയ്ക്കാത്തതിൻ്റെ പേരിൽ ജയിലിൽ കൊണ്ടിടുക എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു വകുപ്പ് നിലവിലില്ല. ഓൺലൈൻ വഴി ലോൺ എടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ചെക്ക് ഒപ്പിട്ട് കൊടുക്കുന്നില്ല. ചെക്ക് റിട്ടേൺ കേസുകൾക്കകത്താണ് ക്രിമിനൽ കേസ് വരുന്നത്. അപ്പോൾ ഈ ഓൺലൈൻ ലോൺ ആപ്പുകളിൽ ഒരിക്കലും ക്രിമിനൽ കേസായിട്ട് വരാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ആ പേടിയൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യില്ല, പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയോ അവിടുന്ന് ഹരാസ്മെൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അവിടുന്ന് തിരിച്ചടപ്പിക്കുകയോ അങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ജയിലിലാകുമൊന്നുമില്ല. ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. പലരും പേടിച്ചിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിലാണ് എന്നെ കോൺടാക്ട് ചെയ്യാം. RBI അപ്രൂവ് ആയിട്ടുള്ള ലോൺ എടുത്തവർ പോലും പേടിച്ചിരിക്കുന്ന സമയത്ത് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് അവരെൻ്റെ വീട്ടിൽ വരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാപ്പിൽ ലൊക്കേഷനൊക്കെ അയച്ചു കൊടുത്ത് പേടിപ്പിക്കുന്ന ഒരുപാട് രീതികളുണ്ട്. അതൊന്നും ലീഗൽ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത്ര ക്ലാരിറ്റി ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. ഞാനിപ്പോൾ കുറച്ച് ആപ്പുകളുടെ പേര് പറഞ്ഞല്ലോ. അതല്ലാതെ ചെറിയ ചെറിയ ആപ്പുകളൊക്കെ പൊട്ടിമുളയ്ക്കുന്നുണ്ട്. RBI അപ്രൂവൽ ഉണ്ടെന്നുള്ള പേരിലൊക്കെ പൊട്ടിമുളയ്ക്കുന്നുണ്ട്. ഇത് RBI ലിസ്റ്റിലൊന്നും കാണിക്കില്ല. ഇവർക്ക് പേയ്മെൻറ്റ് തിരിച്ചടയ്ക്കാൻ നോക്കുമ്പോൾ NBFC അപ്രൂവ്ഡ് ആണെന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന ഒരുപാട് സംഭവങ്ങളൊക്കെ കാണാം. ഇത്തരത്തിലുള്ള ആപ്പുകളുടെ ഈ പറഞ്ഞ രീതിയിലുള്ള ഹരാസ്മെൻറ്റ് വളരെ കൂടുതലായിരിക്കും. ഈ പറഞ്ഞ പോലെ OTP അയക്കുക, അതല്ലെങ്കിൽ വീട്ടിൽ വരുമെന്ന് പറയുക, ഇപ്പോൾ 5 മിനിറ്റുള്ള പേയ്മെൻറ്റ് അടച്ചില്ലെങ്കിൽ പോലീസ് കേസ് വരും, പോലീസ് വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്യുമെന്ന് പറയുക. അപ്പോൾ അവർ റിക്കവറി ചെയ്യുന്നത് ആ ഒരു രീതിയിലായിരിക്കും. അങ്ങനെയുള്ളൊരു ടോപ്പ് ഹരാസ്മെൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരിശോധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിബിൽ ഡൗൺലോഡ് ചെയ്യാന്ന് വെച്ചാൽ സിബിലിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതല്ലെങ്കിൽ വെബ്സൈറ്റിൽ കയറിയിട്ട് ഈ ആപ്പ്, നമ്മൾ ലോൺ എടുത്തിട്ടുള്ള ആപ്പ് അതിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ടോ നോക്കാം.
അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിബിലിൽ പേയ്മെൻറ്റ് കൊടുക്കണം. പേയ്മെൻറ്റ് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഞാൻ സിബിലിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ. അതിൽ പേയ്മെൻറ്റ് കൊടുത്ത് ലാസ്റ്റ് പേയ്മെൻറ്റ് സംതിങ് എനിക്ക് തോന്നുന്നൊരു 800-900 ആ റേഞ്ച് വരുമെന്ന് തോന്നുന്നു. അത് കൊടുത്തു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ ലോൺ എടുത്തിട്ടുള്ളത് ഒരു മാസം വൈകി എന്നുണ്ടെങ്കിൽ അതിൽ അപ്ഡേറ്റ് ആയി എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് അടച്ചാൽ മതി സിവിൽ സ്കോറിൽ. അതല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള OTPകൾ അയക്കാനും ഭീഷണിപ്പെടുത്താനും നിങ്ങളുടെ വീട്ടിലേക്ക് വരുമെന്ന് പേടിപ്പിക്കാനും മാത്രമേ ഇവരെ കൊണ്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ ഡയറക്റ്റ്ലി നമ്മുടെ വീട്ടിൽ വന്ന് അല്ലെങ്കിൽ ലീഗലി അവർക്ക് പേയ്മെൻറ്റ് മേടിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഹരാസ്മെൻറ്റുകൾ അവർ ചെയ്യുന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് സിബിൽ ചെക്ക് ചെയ്തിട്ട് സിബിൽ ചില കേസിൽ നോർമൽ സിബിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 മാസത്തേക്ക് ഡിഫറൻസ് വരും ബാക്കിലേക്ക്. അപ്പോൾ അതുകൊണ്ട് പേയ്മെൻറ്റ് കൊടുത്തിട്ട് അപ്ഡേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാക്റ്റ് നമുക്കൊരു 2-3 ദിവസം മുന്നേ വരെയുള്ള ഡാറ്റാസ് കിട്ടും. അതായത് നിങ്ങൾ ലോൺ എടുത്തിട്ട് ഒരു മാസം ആയിട്ടുണ്ടാവുമല്ലോ, ആ സമയത്ത് തിരിച്ചടയ്ക്കാൻ പറ്റാത്തതായിരിക്കുമല്ലോ. അപ്പോൾ അതിൽ അപ്ഡേറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ആ പേയ്മെൻറ്റ് അടയ്ക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ വീഡിയോക്കകത്ത് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഒരുപാട് പേരുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ ലോൺ എടുത്തവരുടെയൊക്കെ ഓൺലൈൻ വഴി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഭയക്കേണ്ട കാര്യമില്ല. ഓൺലൈൻ ലോൺ ആപ്പിൽ RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏത് ആപ്ലിക്കേഷൻ നിങ്ങൾ ലോൺ എടുത്താലും തിരിച്ചടയ്ക്കണം. തിരിച്ചടച്ചിട്ടില്ലെങ്കിലുള്ള പ്രശ്നങ്ങളാണ് ഞാൻ പറഞ്ഞത്. തിരിച്ചടയ്ക്കുക തന്നെ വേണം, അടച്ചൊഴിവാക്കണം. പിന്നെ ഫേക്ക് ലോൺ ആപ്പുകളെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു അപ്ഡേറ്റ് അടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും. അതായത് മോർഫ് ചെയ്ത പിക്ക് അയക്കുന്ന ടീമുകളുടെ അതൊരിക്കലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അതിൽ പേയ്മെൻറ്റ് അടയ്ക്കേണ്ട കാര്യമില്ല. അതിൻ്റെ സൊല്യൂഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇനി ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ആപ്പുകളുടെ പേരും എല്ലാം വെച്ചുകൊണ്ട് ഒരു വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും. ചിലപ്പോൾ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.